നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സമ്മേളനത്തിന്റെ 16ാം ദിവസമായ ഇന്ന് സജീവമായ ചർച്ചകളാണ് സഭയിൽ നടന്നത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്ക് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകി. ക്യാൻസർ ഗ്രിഡ്, പാതിവില തട്ടിപ്പിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം, ബ്ലോക്ക് ഇന്നൊവേഷൻ ക്ലസ്റ്ററുകളുടെ രൂപീകരണം, ഇ കൊമേഴ്സ് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഉപഭോക്തൃ സംരക്ഷണം, ലഹരിയുടെ സ്വാധീനത്തിൽ നടത്തുന്ന അതിക്രമങ്ങൾ തടയാൻ നടപടി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്തെ 13,60,000 സ്ത്രീകളിൽ ഒരു മാസം കൊണ്ട് ക്യാൻസർ സ്ക്രീനിംഗ് പൂർത്തിയാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസറിനുള്ള HPV വാക്സിൻ വൈകാതെ ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളും ഒന്നിച്ചണി ചേർന്നുകൊണ്ടാണ് സാർ ആരോഗ്യ മാനദണ്ഡം അകറ്റാം അർബുദം എന്നുള്ള 12 മാസ ക്യാമ്പയിനാണ് സാർ. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഒരു മാസം 13 ലക്ഷത്തിലധികം വനിതകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഓരോ ജില്ല കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള പരിപാടി നടക്കുന്നുണ്ട് സാർ. ഇതൊരു മാസ് മൂവ്മെന്റ് ആണ്. ഇങ്ങനെ ഒരു മാസ് മൂവ്മെന്റ് നടന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ HPV വാക്സിന്റെ കാര്യം പറഞ്ഞു സാർ. അതിൽ പിന്തുണ നമുക്ക് ലഭിക്കുന്നത്. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം 12 വരെ 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിരവധി പേരെ വാഗ്ദാനം നൽകി കബളിപ്പിച്ച പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 12/3/2025 വരെ 1343 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 665 കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിജ്ഞാന സമൂഹ സൃഷ്ടിക്കായി 13 ജില്ലകളിലെ 19 ബ്ലോക്കുകളിലായി ഇന്നൊവേഷൻ ക്ലസ്റ്ററുകൾ പൈലറ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് സഭയിൽ അറിയിച്ചു. കേരളത്തിലെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനും വൈജ്ഞാനിക തൊഴിലുകൾ നേടാൻ പ്രാപ്തരാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും, സ്കിൽ ആർജിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാ പിന്തുണയും കൊടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമഗ്ര പദ്ധതിയായിട്ടാണ് വിജ്ഞാന കേരളം നടപ്പാക്കുന്നത്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഉപഭോക്തൃ സംരക്ഷണത്തിനായി സംസ്ഥാനത്ത് നിരീക്ഷണ സംവിധാനം പ്രവർത്തിച്ചു വരുന്നതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. ഈ മേഖലയിൽ നിരവധി തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗിന്റെ ഭാവി വളരെയധികം പ്രതീക്ഷ നൽകുന്നതാണ്. വരും വർഷങ്ങളിൽ ഈ വ്യവസായം മെച്ചപ്പെടുമെന്നാണ് കാണുന്നത്. ഇത് സ്വാഭാവികമായും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സർക്കാരിന് നികുതി വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യും. തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കാൻ സമൂഹത്തിന് കരുതലുണ്ടാക്കാൻ കൂട്ടായ പ്രവർത്തനം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അഭ്യർത്ഥിച്ചു. അത് ഇത്തരം തട്ടിപ്പുകാർ നൽകുന്ന മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി അതിൻ്റെ ഭാഗമായി തൽക്കാലം ചിലർ ലാഭം കിട്ടട്ടെ എന്ന മട്ടിൽ അതിൻ്റെ കൂടെ ചേരുമ്പോൾ അതാണ് തട്ടിപ്പിന് പ്രോത്സാഹനമായിട്ട് മാറുന്നത്. ഇത്തരം ആളുകൾക്ക് അവസരമൊരുക്കുന്നത് അതാണ്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ഇതിൻ്റെ ഭാഗമായി തട്ടിപ്പ് നടന്നല്ലോ. നെല്ല് സംഭരണം സംബന്ധിച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണ അനുമതി നൽകിയില്ല. പ്രതിപക്ഷത്തു നിന്ന് അനൂപ് ജേക്കബും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് നെല്ല് സംഭരണത്തിൽ വർഷങ്ങളായി പ്രശ്നം തുടരുന്നതായി അനൂപ് ജേക്കബ് പറഞ്ഞു. 2 ആഴ്ചയിൽ കൂടുതലായി കൊയ്ത നെല്ല് കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഉള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. സാറേ, കർഷകന്റെ കണ്ണുനീര് ഇന്നും പാടശേഖരങ്ങളിൽ വീഴുന്നു എന്ന വസ്തുത ഗവൺമെന്റ് മനസ്സിലാക്കണം. സാറേ, ഇതിപ്പോൾ ഒരു പ്രാവശ്യം കുട്ടനാട്ടിലാണെങ്കിൽ നെല്ല് സംഭരണത്തിന്റെ പാളിച്ച അടുത്ത പ്രാവശ്യം പാലക്കാടായിരിക്കാം, തൃശ്ശൂരായിരിക്കാം, പത്തനംതിട്ടയിലായിരിക്കാം. പല സ്ഥലങ്ങളിലും പലതരത്തിൽ ഈ വിഷയം ഇപ്പോഴും ഒരു തുടർക്കഥയായി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ കർഷകരെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ പറഞ്ഞു. നെല്ല് സംഭരണ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരമായെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. അവർ പറയുന്ന നിബന്ധന അനുസരിച്ച് കർഷകൻ ഈ സെന്ററിൽ കൊണ്ടുപോയി കൊടുത്ത് ആ നിരീക്ഷണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കാണാൻ കഴിയുന്ന സംവിധാനം ഒരുക്കി സംഭരിക്കണമെന്നാണ്. എന്നാൽ പ്രായോഗികമായി കേരളത്തിലെ ഗവൺമെന്റും കൃഷി വകുപ്പും സിവിൽ സപ്ലൈസ് വകുപ്പും അതിനനുസൃതമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കി വലിയ പരാതിക്കിടയില്ലാതെ കർഷകരിൽ നിന്ന് സംഭരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കുന്നതിനുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ആ
ഉൽപ്പന്നത്തിൻ്റെ മീതെ, ആ നെല്ലിൻ്റെ മീതെ, നമ്മുടെ അന്നമല്ലേ നെല്ല്, അതിൻ്റെ മീതെ കർഷകൻ്റെ കണ്ണുനീര് വീഴുന്ന നടപടികളാണ് സർക്കാർ ചെയ്യുന്നത്. സാർ, നെൽ കർഷകരോട് ഈ സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. തീവ്ര ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രയാസങ്ങൾക്ക് പരിഹാരം, സർക്കാർ മേഖലയിൽ കൂടുതൽ സ്പെഷ്യൽ സ്കൂളുകൾ എന്നിവ സംബന്ധിച്ച് CK ആശ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനും, റാഗിംഗ് ഇല്ലാതാക്കാൻ നിലവിലുള്ള റാഗിംഗ് വിരുദ്ധ നിയമം ഭേദഗതി ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിലേക്കായി N ഷംസുദ്ദീൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിനും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു മറുപടി പറഞ്ഞു. തീവ്ര ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അവർ പഠിച്ചു വരുന്ന സ്പെഷ്യൽ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലേക്കും ആയതിൽ പരിഹാരം കാണുന്നതിലേക്കുമാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികളുടെ പുനരധിവാസത്തിന് 4 കോടി രൂപ ഇത്തവണത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 കോടി രൂപ ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു പദ്ധതിയുടെ ഭാഗമായിട്ടും ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരിൽ, കൗമാരക്കാരിൽ ശക്തിപ്പെട്ടു വരുന്ന ആക്രമണോത്സുകതയുടെ വിവിധ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടു. സാർ, റാഗിംഗ് സംബന്ധിച്ച പരാതികളിൽ പ്രതിസ്ഥാനത്താകുന്നവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ കൂടെ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ഇന്ന് സഭയിൽ അവതരിപ്പിച്ച 9 സബ്മിഷനുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. ബജറ്റ് രേഖകളിലുള്ള ഭേദഗതികൾ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സഭയിൽ സമർപ്പിച്ചു. 2025 ഫെബ്രുവരി 7-ാം തീയതി സഭയിൽ അവതരിപ്പിച്ച 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് രേഖകളോടൊപ്പം സമർപ്പിച്ച അനുബന്ധം 4-ൽ വന്ന തിരുത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള പുതുക്കിയ അനുബന്ധം 4 ഞാൻ സമർപ്പിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ വിവിധ ധനാഭ്യർത്ഥനകൾ സഭ ചർച്ച ചെയ്ത് പാസാക്കി. 12, 13, 14, 23, 26 എന്നീ നമ്പർ ധനാഭ്യർത്ഥനകളിന്മേലാണ് ഇന്ന് ചർച്ച നടന്നത്. 20 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. ഈ ഭരണത്തോട് അങ്ങനെയൊരു കൽപ്പന നടത്താൻ കെൽപ്പുള്ള ഒരു ശക്തിയും, ഒരു വർഗീയ ശക്തിയും കേരളത്തിലില്ല. LDF ഭരണത്തിൽ കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ കേരള പോലീസ് രാജ്യത്തിനാകെ മാതൃകയാണ്. എന്നാൽ അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയാകുന്ന കേസുകളിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിച്ചിട്ടുമുണ്ട്. സ്റ്റാർട്ട് പോളിംഗ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 73, പ്രതികൂലിക്കുന്നവർ 26, നിഷ്പക്ഷത പാലിക്കുന്നവർ നിൽ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു, നിർവഹിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.